എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എറണാകുളം വരെ ഒന്ന് പോവാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട് വരും, അപ്പോൾ അവനൊന്ന് മീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ സ്റ്റേ ഒന്നും ശരിയായിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഹോം സ്റ്റേ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാനാണെങ്കിലും കുറച്ചുകൂടെ ഹോം സ്റ്റേ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും ഞാൻ വിചാരിച്ചു. ഇന്ന് ലിജിക്കൊച്ചിൻ്റെ അടുത്തേക്ക് പോവാണ്. ലിജിക്കൊച്ചിൻ്റെ അടുത്തേക്ക് പോവാണ്. അവിടുന്ന് നേരെ നാളെ കൊല്ലത്തിന് പോകും. ലിജിക്കൊച്ചിനെ കാണാൻ ഭയങ്കര കൊതി, എന്താണെന്നറിയില്ല, ഭയങ്കര കൊതിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കാണുന്ന പെട്ടെന്ന് തോന്നി, അപ്പോൾ പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ അമ്മ പണിയാൻ പോയി. അപ്പോൾ ഞാൻ നേരെ നമ്മുടെ രാജക്കാടിന് പോയിട്ട് അവിടെ ചെന്നിട്ട് ബാങ്കിലൊക്കെ ഒന്ന് കയറണം. ഒരുപാട് സമയം പോയി, ഞാൻ ഒരുങ്ങി ഇറങ്ങാൻ ഒരുപാട് സമയം പോയി കേട്ടോ. അപ്പോൾ വേഗം തന്നെ എനിക്ക് ഇറങ്ങണം. അപ്പോൾ ഇന്ന് അത്രയൊക്കെയുള്ളൂ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അവനെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ്. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തത്, അതായത് ഓൺലൈനിൽ മറ്റേ അവോദയുടെ ഒരു ജോബ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് ഞങ്ങൾ ഓൺലൈനിൽ കൊറോണ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തത്. അന്ന് മുതലേ ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ്. അവൻ മലപ്പുറത്താണ് വീട്. അപ്പോൾ ഞങ്ങൾ പരസ്പരം ഒന്നും കണ്ടിട്ടില്ല, ഞാൻ അനുമോള്. അതുപോലെ ഇവൻ ഭയങ്കര ഫ്രണ്ട്സാണ് കേട്ടോ. നല്ല എല്ലാ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും ഒക്കെ പറ്റുന്ന നല്ലൊരു ഫ്രണ്ടാണ്. അവന് ഇൻ്റർവ്യൂ ഉണ്ട് എറണാകുളത്ത്. ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് കാണാമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ലിതി കൊച്ചും വരും, അപ്പോൾ നമുക്ക് മീറ്റ് ചെയ്യാം. അപ്പോൾ വയ്യോ സമയം ഒത്തിരി പോയി, നമുക്ക് ഇറങ്ങാം. എന്നെ ബസ് വരും കേട്ടോ. ഞാൻ വേഗം ഓടുകയാണ് കേട്ടോ. എനിക്ക് ചെരുപ്പ് തന്നെ ഇട്ട് നടക്കത്തുമില്ല. അങ്ങനെ ബസ് നോക്കി ഞാനിങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ മാങ്ങത്തൊട്ടിലുള്ള MD ചേട്ടനെ കണ്ടേ. അപ്പോൾ ചേട്ടൻ രാജക്കാട് പോവാന്ന് പറഞ്ഞു. ഒരു ജീപ്പ് പോകാൻ കിടക്കുമായിരുന്നു കേട്ടോ. അതിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണേ. ബസ്സിന് പോകുന്നില്ല മാത്രമേ ഉള്ളോ? ആ നമ്മളിതേ രാജക്കാട് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ശേഷം നമ്മൾ പോകുന്നത് ബാങ്കിലേക്കാണ്. അപ്പോൾ സ്റ്റാൻഡ് വഴിയുള്ള റൂട്ടിലൂടെ ആട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ വേഗം തന്നെ നമുക്ക് എത്താൻ പറ്റും. അങ്ങനെ ബാങ്കിൽ ചെന്നത്. ബാങ്കിൽ ആരും ഉണ്ടായിരുന്നില്ല, ഒരു ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാങ്ക് തുറന്നില്ല, 9:30 ആകുമ്പോൾ ബാങ്ക് തുറക്കത്തുള്ളൂ. അപ്പോൾ ബാങ്ക് തുറന്ന ശേഷം എനിക്ക് ATM കാർഡിന് അപ്ലൈ ചെയ്യണം, പിന്നെ കുറച്ച് പൈസ എടുക്കണം. അതിന് വേണ്ടിയിട്ടാട്ടോ. ATM കാർഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് പൈസ എടുക്കാൻ നല്ല പാടാണ് കേട്ടോ. അപ്പോൾ ബാങ്കിൽ എപ്പോഴും വരേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാൻ ATMന് വേണ്ടി അപ്ലൈ ചെയ്തു. അതിനുശേഷം പൈസയ്ക്ക് വേണ്ടിയിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതെല്ലാം മേടിച്ചിട്ട് നേരെ വന്ന് സ്റ്റാൻഡിൽ വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഈ സ്റ്റാൻഡിൽ ഇരുന്നാൽ മതി, ബസ് വരും, ബസ്സിൽ കയറി അങ്ങ് പോയാൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്കും സേനാപതി ബസ് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ബസ്സിൽ ചാടി കയറി ഇരുന്നു കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ശേഷം വണ്ടി എടുത്തു, യാത്ര തുടങ്ങി. ഇനി എന്താ ചെയ്യുക? അപ്പം അതുപോലെ കിടന്നുറങ്ങാം എന്ന് വിചാരിച്ചിരിക്കുന്ന എനിക്ക് ബസ് പോകുന്ന റൂട്ട് വേറെയാണല്ലോ എന്ന് മനസ്സിലായി കേട്ടോ. കാരണം നമ്മളെന്നും പോകുന്ന വഴിയല്ല ബസ് പോകുന്നത്. നമ്മൾ പോകുന്നത് പൊന്മുടി കൂടിയാണ് കേട്ടോ. പൊന്മുടി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും തിരുവനന്തപുരത്തുള്ള പൊന്മുടി ആയിരിക്കും. അല്ല, നമുക്ക് ഇടുക്കിക്കാർക്കും സ്വന്തമായിട്ട് ഒരു പൊന്മുടിയൊക്കെ ഉണ്ട് കേട്ടോ. എന്നാൽ പിന്നെ അത് നിങ്ങളെ കാണിക്കാതിരിക്കാൻ പറ്റൂ? അപ്പോൾ കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി. അങ്ങനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ പൊന്മുടി വരിക. നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു ദിവസം വരുമ്പം ഇറങ്ങിയിട്ട് അവിടെ മുഴുവനും വീഡിയോ എടുക്കണം. അവിടെ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ മീൻ പിടിക്കുന്നവരൊക്കെ ഉണ്ട് അവിടെ, അടിപൊളിയാണ്. അതൊക്കെ കാണുന്ന ഒരു ദിവസം എന്തായാലും ഞാൻ തീർച്ചയായിട്ടും വരും കേട്ടോ. പിന്നെ ഇങ്ങനെ വണ്ടി തിട്ടയൊക്കെ ചേർന്ന് പോകുന്നത് കൊണ്ട് അവിടെ ഇങ്ങനെ വളർന്നു നിൽക്കുന്ന ഒരു ചെടിയൊക്കെ ഇല്ലേ, അതൊക്കെ ചിലപ്പോൾ നമ്മുടെ മുഖത്ത് കടിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം പോകാൻ വേണ്ടിയിട്ട് കേട്ടോ.
കാണുന്നത് ഒരു പാർക്കാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ കളിക്കാം, അതുപോലെ വലിയവർക്കൊക്കെ വന്നിട്ട് ബോട്ടിംഗ് ഒക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു സാറാണ് അവിടുത്തെ മാനേജർ കേട്ടോ. സാറിൻ്റെ പേര് ആശംസ് എന്നാണ്. പിന്നെ അവിടെ വേറൊരാൾ റൈഡിനായിട്ട് തയ്യാറായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ആളുകളൊക്കെ ഉണ്ടായിരുന്നു, ടൂറിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ഒരാൾക്ക് 100 രൂപയാണെന്ന് തോന്നുന്നു, എത്രയാണെന്നറിയില്ല. കയറിയിരിക്കുന്നതിനാണ് തോന്നുന്നു 100 രൂപ കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിട്ടോ അതിൻ്റെ പുറത്ത് കയറിയിരിക്കണം. ഒരു ദിവസം നമുക്ക് വരുമ്പോൾ എന്തായാലും കയറിയിരിക്കണം. അപ്പോൾ ഇതീ കാണുന്നുണ്ട് നമ്മുടെ സ്വന്തം പൊന്മുടി ഡാമാണ് കേട്ടോ. അത്രയധികം ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. പിന്നെ അവിടെ ഒരു ആല് നിൽപ്പുണ്ട് കേട്ടോ. ആ ആല് ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. പിന്നെ നമ്മുടെ ഈ പൊന്മുടി ഡാമിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഓർഡിനറി സിനിമയില്ലേ, അതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് നമ്മുടെ ആസിഫ് അലി താഴത്തേക്ക് വീഴുന്ന ഒരു സീനുണ്ട്. ആ സീൻ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ എടുത്തത്. വീഴുന്നതായിട്ട് കാണിക്കുന്നുള്ളൂ, പക്ഷേ അത്രയധികം താഴ്ചയൊന്നുമില്ല, എങ്കിലും ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിനി ഒരു ദിവസം ഇറങ്ങുമ്പോൾ നമുക്ക് അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ, ലാസ്റ്റ് സീനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും നമ്മുടെ ഈ പൊന്മുടി ഭാഗമാണ് കേട്ടോ. ബസ്സിൻ്റെ ഫ്രണ്ട് സീറ്റിൽ ഞാൻ ഇരുന്നായിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് 2 ഭാഗവും കൂടെ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എനിക്കൊരു ഭാഗം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഒരു ഭാഗത്ത് വെള്ളം, അപ്പുറ ഭാഗത്ത് ഇങ്ങനെ കൊക്ക പോലെ കിടക്കാണ് കേട്ടോ. എന്തായാലും ഇനി വരുമ്പോൾ നിങ്ങൾക്ക് 2 ഭാഗവും കാണിച്ചു തരാം എന്നൊരു പ്ലാനാണ് കേട്ടോ. അപ്പോൾ വണ്ടി നമ്മൾ കുറച്ച് നേരം അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു, പിന്നെയും വണ്ടി എടുത്തു കേട്ടോ. അപ്പോൾ പൊന്മുടി ഡാമിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇടുക്കി ജില്ലയിലെ കൊന്നത്തടി പഞ്ചായത്തിൽ പൊന്മുടിയിൽ പെരിയാറിൻ്റെ കൈവഴിയായി പന്നിയാർ പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച ഒരു അണക്കെട്ടാണ് പൊന്മുടി അണക്കെട്ട്. 294 മീറ്റർ നീളവും 59 മീറ്റർ ഉയരവുമുണ്ട് ഈ അണക്കെട്ടിന്. ഞാൻ ഇങ്ങനെ വോയിസ് കൊടുക്കുന്ന സമയത്ത് അപ്പുറത്ത് നിന്ന് നിങ്ങൾക്ക് പലരുടെയും സൗണ്ട് കേൾക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവിടെ ഉള്ളവർ മുഴുവനും ബിഗ് ബോസിൻ്റെ അഡിക്റ്റഡാണ്, ബിഗ് ബോസ് കാണുന്നുണ്ട്. അപ്പം നിങ്ങളിൽ ആരെങ്കിലും ബിഗ് ബോസ് കാണുന്നവരുണ്ടെങ്കിൽ ആരെയാണ് ഇഷ്ടമെന്ന് പറയുക, കാണുന്നില്ലെങ്കിൽ അതും പറയാം കേട്ടോ. ഞാൻ ആദ്യം 3-4 ദിവസം കണ്ടു. 3-4 ദിവസമല്ല, കുറച്ച് ഒരു 10-15 എപ്പിസോഡ് കണ്ടു, കണ്ടു. പക്ഷേ ബാക്കി അങ്ങോട്ട് കണ്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെറുപ്പീരെന്ന് വെച്ചാൽ ഇതുമാതിരി വെറുപ്പീരുള്ളൊരു പരിപാടി അത് വേറെ എവിടെയും കാണില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ പോട്ടെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ പൊന്മുടിയെക്കുറിച്ചാണ് കേട്ടോ. പൊന്മുടിയിൽ കാണുന്ന വഴിയൊക്കെ പോയി കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ഒക്കെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു പാറ ഉണ്ടോ, പാറയ്ക്ക് ഭയങ്കര ഉയരമാണ്. അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ ഇങ്ങനെ നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ പാറയും താഴത്തേക്ക് കൊക്കയും അങ്ങനെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അകലേന്ന് ഇങ്ങനെ ഒരു സീൻ കാണുമ്പോൾ ഒരു വണ്ടി ഇങ്ങനെ പാറയ്ക്കും, അതായത് കൊക്കയിനും ഒക്കെ മേളിൽ കൂടെ ഇങ്ങനെ പോകുന്നതാണ് പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അധികമൊന്നും സ്ഥലമില്ല, അപ്പോൾ ഒരു ഏതെങ്കിലും ഓപ്പോസിറ്റ് വേറെ വലിയ വണ്ടിയൊക്കെ വരുമ്പോൾ കടന്നു പോകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പാറയെ തൊട്ടുരുമ്മിയാണ് ഈ വണ്ടി പോകുന്നതിനെയും കൊണ്ട് എനിക്ക് ഭയങ്കര ഒരു പേടി തോന്നിയായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ഈ പാറയൊക്കെ അവസാനിച്ചിട്ട് അങ്ങ് വീഡിയോ നിർത്താമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പാറ അവസാനിക്കുമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ പാറ തീർന്നിട്ടില്ല കേട്ടോ. എങ്കിലും ഞാനങ്ങ് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ പണ്ട് വിചാരിച്ചിരുന്നത് നമുക്ക് ഇവിടെ ഈ ഒരു പൊന്മുടി മാത്രമേ ഉള്ളൂ എന്നാണ് കേട്ടോ. ശരിക്കും തിരുവനന്തപുരത്തെ പൊന്മുടിയുടെയൊക്കെ കാര്യം ഞാൻ അറിയുന്നത് കുറച്ച് വർഷമായിട്ടുള്ളൂ. അവിടെയാണ് ശരിക്കും പറഞ്ഞ പൊന്മുടി കൂടുതൽ ആളുകളൊക്കെ വരുന്നതും അതുപോലെ തന്നെ അറിയപ്പെടുന്ന ഒരു പൊന്മുടി അതാണ്. പിന്നെ ഇവിടെ അത്യാവശ്യം കുറച്ച് ആളുകളൊക്കെ അറിയപ്പെടുന്നുള്ളൂ, എങ്കിലും ഇതും അടിപൊളി സ്ഥലമാണ്, വരാനൊക്കെ സൂപ്പറാണ് കേട്ടോ. അങ്ങനെ ഞാൻ പോകുമ്പോഴാണ് വേറൊരാളെ ഞാൻ കണ്ടത് കേട്ടോ. അപ്പോൾ ആ ആളെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേഗം പോയി ഒന്ന് കമൻറ്റ് ഇട്ടോ. ആ ആളെ പോലെ ഇഷ്ടംപോലെ പേര് ഇവിടെ ഉണ്ടാവും. നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കാണാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ അല്ലാതെ വണ്ടിക്കൊക്കെയാണ് നമ്മൾ വരുന്നതെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സോ നമ്മളെല്ലാം എന്തെങ്കിലുമൊക്കെ അവർക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പന്നിയാർകുട്ടി വന്ന് ചാടിയിട്ടുണ്ട്. അപ്പോൾ താഴെ കാണുന്ന വഴി കൂടെ ഉണ്ട് നമ്മൾ അല്ലാതെ രാജക്കാട് നിന്ന് വരുന്നത് കേട്ടോ. ഇനി ബാക്കി നമുക്ക് എറണാകുളത്ത് ചെന്നിട്ട് കാണാം കേട്ടോ.
അപ്പം നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി കുറേ നേരം ഫോണിലൊക്കെ കണ്ട് നേരെ നമ്മുടെ എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ പോയി വൈറ്റിലയിൽ ഇറങ്ങണം. വൈറ്റില ഇറങ്ങുമ്പോൾ ഇത് കുഞ്ഞാച്ചി എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ കുഞ്ഞാച്ചി ഏകദേശം ഒരു 2 മണിയാകുമ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടി കേട്ടോ. നമ്മൾ വൈറ്റിലേ വന്നു. ചായ മാത്രം മതി കേട്ടോ. എന്താണെന്നറിയോ, ചായ മതി. ഓക്കെ, ചായ കുടിക്കാനായിട്ട് കേൾക്കാൻ ഞാൻ വൈറ്റിലെത്തി കേട്ടോ. ചായ നല്ല ടേസ്റ്റുള്ള ചായയാണ് കേട്ടോ. വൈറ്റില ഹബ്ബിന്നാണ്. നല്ല ചായയാണ്, മിൽമയുടെ ചായയാണ് കേട്ടോ. നല്ല ചായ. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് നന്നായിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതൊരു ചായയിൽ ഞങ്ങൾ ചായ കുടിച്ച് കുഞ്ഞാച്ചി ക്ലാസ് കൊടുക്കാനായിട്ട് പോയിട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി കേട്ടോ. ബസ്സിൽ കയറിയപ്പോൾ ലിതിമോക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടി, എനിക്കിരിക്കാൻ സീറ്റ് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ അരൂര് വരെ നിൽക്കുമായിരുന്നു കേട്ടോ. എന്ത് ചെയ്യാൻ, നിൽക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ അരൂര് വന്നിട്ട് അവിൽ ഷേക്ക് കുടിക്കാൻ കയറി വെക്കണം. ടോമിയേട്ടൻ്റെ കടയിലാണ് കയറിയിരുന്നത്. ടോമിയേട്ടൻ്റെ കടയിൽ അതെ അവിൽ ഷേക്ക് കഴിക്കാൻ കയറി കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഞാൻ നോക്കട്ടെ കേട്ടോ. കൊള്ളാം. അത് കുറിച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അത് കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ. അതെ, ഫ്രണ്ടിലേക്ക് ആദ്യം എന്തെങ്കിലും മേടിക്കാനായിട്ട് പോവാണേ. അതിക്ക് കഴിക്കാനും വാങ്ങി കേട്ടോ. തട്ടുവാ, നല്ല തിരക്കാണല്ലോ കേട്ടോ. നല്ല തിരക്ക്. അയ്യോ, നീണ്ടൊക്കെ പോകാനോട് നീണ്ടൊക്കെ പോകാനോ. എവിടെ? അയ്യോ, ചെരുപ്പ് കഴിക്കണോടത്ത് എവിടെ? ചെരുപ്പ് കഴിക്കാൻ വേണ്ടി നിൽക്കുവാണ് കേട്ടോ. എവിടെ? അവസാനം വീട്ടിലെത്താറായിട്ടുണ്ട് കേട്ടോ. വീട്ടിലെത്താറായിട്ടില്ല. ആദ്യയുടെ എക്സ്പ്രഷനൊക്കെ ഒന്ന് കാണണം. ഇപ്പോട്ടെ എന്നെ കണ്ടാലും മതി, ആരെ കണ്ടാലും മതി. ഓക്കെ, ആദ്യയുടെ എക്സ്പ്രഷൻ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ഇതന്നെ ഓട്ടോ വരുന്നതാണെങ്കിൽ ആദി ആദി ആദിയേ നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട്. ആദീനെ കണ്ടുവിട്ടെ. ഹായ്. നമ്മുടെ കൊച്ചിന് നാളെ ഞങ്ങളൊരു സാധനം മേടിക്കാൻ പോകും കേട്ടോ. ഇപ്പം പറയില്ല, അത് നാളെ പറയാതെ. അപ്പോൾ ഞാനിങ്ങ് വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഫ്രണ്ടിനെ കാണാമായിരുന്നു. അവനെ കാണാനാണ് ഞാൻ വന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല ഇവിടെ വന്നിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടെന്ന്. അപ്പം അവന് ബസ് ഏതാണ്ട് എന്തോ സൂപ്പർ. അവന് ബസ് 2 മണിക്കായിരുന്നു. അവൻ ഒറ്റയ്ക്കായിരുന്നല്ലോ വന്നത്. അപ്പോൾ 2 മണിക്ക് ബസ്സിന് പോകാൻ വേണ്ടിയിട്ടാണ്. കുറേ നേരം വെയിറ്റ് ചെയ്തു. ഞാൻ വന്നില്ല. ഞാൻ താമസിച്ചു, ബാങ്കിലൊക്കെ കയറി ഇപ്പോഴത്തേക്കും താമസിച്ചു. ഏകദേശം 3 മണിയായപ്പോഴാണ് ഞാൻ നമ്മുടെ എവിടെയാണ് വൈറ്റില ഹബ്ബിൽ വരുന്നത്. അപ്പോൾ വൈറ്റില ഹബ്ബിൽ വന്ന് കഴിഞ്ഞപ്പോൾ അവന് ഇപ്പം ഞാൻ പറഞ്ഞു പോയിക്കോളാൻ പറഞ്ഞു. എന്തായാലും അവന് ജോലിയുടെ കാര്യത്തിനൊക്കെ ആയിട്ട് എറണാകുളത്തുണ്ടല്ലോ, അപ്പം കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അവൻ തന്നെയൊക്കെ അല്ലേ ഉള്ളൂ.
അതുകൊണ്ട് വേഗം വീട്ടിലെത്തട്ടെ എന്ന് വിചാരിച്ച് ബസ്സിനാണ് പോകുന്നത്. അപ്പം പൊക്കോളാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ കുഞ്ഞാച്ചി എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ചായയൊക്കെ കുടിച്ച് നേരെ വീട്ടിലേക്ക് വന്നു. മറ്റേ അവൽ ഷേക്കൊക്കെ കുടിച്ചു കേട്ടോ, അവൽ മിൽക്ക് ഷേക്ക് അത് കുടിച്ചു കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ വേറെ വിശേഷമൊന്നുമില്ല. അപ്പോൾ ഞാൻ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരും. അതുപോലെ തന്നെ നാളെ കഴിഞ്ഞിട്ടാണ് ഞാൻ ലിജി കുഞ്ഞാച്ചിയുടെ അടുത്തേക്ക് പോകുന്നത്. ആ വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാണ് കുഞ്ഞാച്ചിയുടെ അമ്മയാണേ. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ, കമൻറ്റ് അടിച്ചു പൊട്ടിച്ചോണം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.